ആദിത്യ നിംബാൽക്കർ സംവിധാനം ചെയ്ത് 2024 തിയേറ്ററുകളിൽ ഇറങ്ങി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ ഫിലിമാണ് സെക്ടർ 36. ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിച്ചു തള്ളുന്ന ന്യൂസുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് വെറും ന്യൂസുകളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് യഥാർത്ഥമായിട്ട് വരുമ്പോഴാണ് അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുന്നവർ വിക്രാന്ത് മസൈ, അതുപോലെ ദീപക് തുടങ്ങിയവരാണ്. പ്രധാനമായും നമുക്ക് ആരാണ് ഈ സീരിയൽ കില്ലർ എന്ന് ആദ്യം തന്നെ ഈ സിനിമ നമ്മളോട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഓരോ കുട്ടികളെ ഇങ്ങനെ കൊന്നുകൊണ്ട് ഓരോ ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പാസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഏത് സീരിയൽ കില്ലർ ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു പാസ്റ്റ് നമ്മളെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു പോലീസ് ഓഫീസർ ദീപക് ആണ് ചെയ്തിരിക്കുന്നത്. ഈ പോലീസ് ഓഫീസർ കൈക്കൂലി മേടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഒരു കൈക്കൂലിയൊക്കെ മേടിക്കുന്ന ഒരു നല്ലതല്ലാത്തൊരു പോലീസ് ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം അദ്ദേഹത്തിനെ ഈ ഒരു ക്രൈം ത്രില്ലർ സീരീസിൽ ഈ ഒരു ക്രൈം നടത്തുന്ന ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രേരണ ചെലുത്തുന്ന രംഗങ്ങളും ധാരാളം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രൈം ത്രില്ലർ സിനിമ പ്രേമിയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വട്ടം കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു പടം തന്നെയാണ് നമുക്കിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്ടർ 36. അപ്പോൾ ഡൽഹിയിലെ പ്രാന്ത പ്രദേശങ്ങൾ, ഡൽഹിയോട് ചേർന്ന് ഉത്തർപ്രദേശിന്റെ നോയിഡ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ 2005-6 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള നിദാരി എന്ന വില്ലേജിൽ നടന്നിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ പടം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ 2006 കാലഘട്ടങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള റിയൽ ഇൻസിഡന്റ് ആണ്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ അധികം വലിച്ചു നീട്ടാതെ വലിയ ആക്ഷൻ രംഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു സാധാരണ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ പടം ഡ്യൂറേഷൻ. IMDb റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാനൊന്ന് ഒരു പ്രാവശ്യം കണ്ടു നോക്കി. പടം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, വലിയ കുഴപ്പമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റിവ്യൂകൾ, സിനിമ റിവ്യൂകളൊക്കെ അറിയാൻ വേണ്ടി, സീരീസിന്റെ റിവ്യൂ ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.